രാഷ്ട്രീയത്തിൽ വൻ ട്വിസ്റ്റുകൾ വൻ അട്ടിമറികൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏക്നാഥ് ഷിൻഡെ ശിവസേന അധ്യക്ഷൻ പറയുന്നത് കണ്ടത് ട്രെയിലർ മാത്രമാണെന്നും യഥാർത്ഥ ചിത്രം വരാതിരിക്കുന്നതേ ഉള്ളൂ എന്നുമാണ്. മഹാരാഷ്ട്രയിൽ നമുക്കറിയാം ഉദ്ധവ് താക്കറയെ വിട്ട് നിരവധി എംപിമാർ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. അതേസമയം അതുപോലെ തന്നെ MLA-മാരും കൂറുമാറുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ശിവസേന തകർച്ചയിലേക്ക് പോകുന്ന പശ്ചാത്തലം അത് NDA മുതലെടുക്കുന്നു. ഇതിനിടയിൽ താൻ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു വെക്കുന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, പല പാർട്ടികളെയും പിളർത്തുന്നു, ഇല്ലാതാക്കുന്നു, അങ്ങനെ NDA സഭയിൽ തങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ ശിവസേന അതേതാണ്ട് പൂർണ്ണമായും അസ്തമിക്കുന്ന അവസ്ഥയാണോ? രഞ്ജിത്ത്, ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ നടന്നിട്ടുള്ള വിമത നീക്കം ഓപ്പറേഷൻ ടൈഗർ അത് എവിടെ അവസാനിക്കും എന്ന ആകാംക്ഷയിലാണ് ദേശീയ രാഷ്ട്രീയം എന്ന് തന്നെ പറയാം. കാരണം 6 MP-മാർ ആണ് ഉദ്ധവ് പക്ഷത്ത് നിന്ന് ഏക്നാഥ് ഷിൻഡെ പക്ഷത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭാ സ്പീക്കറെ കാണുകയും അവർ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തോടൊപ്പം തന്നെ പാർലമെന്റിൽ ഇരിക്കാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്പീക്കർ ഓം ബിർള എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് നിർണായകമാണ്. തീർച്ചയായും ഓം ബിർള ഇത് അംഗീകരിക്കും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം ഉദ്ധവ് താക്കറെ വിഭാഗം കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം വിളിച്ചിരുന്നു MP-മാരുടേത്. ആ യോഗത്തിൽ 3 പേർ മാത്രമാണ് പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ വിപ്പ് ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ 6 പേർക്ക്, അതായത് വിമതരായിട്ടുള്ള 6 പേർക്കെതിരെ നടപടിക്ക് തയ്യാറെടുക്കുകയാണ് ഉദ്ധവ് താക്കറെ വിഭാഗം. എന്നാൽ എന്ത് നടപടിയാണ് ഇവർക്കെതിരെ സ്വീകരിക്കാൻ സാധിക്കുക എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. കാരണം ഈ വിമത പക്ഷം അവകാശപ്പെടുന്നത് 3/2 ഭൂരിപക്ഷം ഇപ്പോൾ തങ്ങൾക്കൊപ്പമാണ്. അതായത് 9 MP-മാരാണ് ഉള്ളത്. അതിൽ 6 പേരും ഇപ്പോൾ വിമത പക്ഷത്താണുള്ളത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഉദ്ധവ് താക്കറെ പക്ഷം എന്നത് തങ്ങളുടേതാണ് എന്നതാണ് ഇപ്പോൾ അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതിനിടെയാണ് ഉദ്ധവ് താക്കറെ വൈകാരികമായ പ്രതികരണം നടത്തിയത്. അതായത് കോൺഗ്രസിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തെ പൂർണ്ണമായും ലയിപ്പിക്കുവാനുള്ള നീക്കമായിരുന്നു ഉദ്ധവ് താക്കറെ നടത്തിയത് എന്നതാണ് ഈ വിമത നേതാക്കളുടെ പ്രതികരണം. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ, അതായത് പാർട്ടിയുടെ ഭാവി ശോഭനമാക്കുന്നതിനും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും താൻ അധികാരം ഒഴിയുന്നതിന് ഒരുക്കമാണ് എന്ന തരത്തിലുള്ള പ്രതികരണം ആണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ നടത്തിയിട്ടുള്ളത്. അതേസമയം രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ NDA സർക്കാർ പ്രത്യേകിച്ച് 3/2 ഭൂരിപക്ഷത്തിലേക്ക് എത്തുക എന്ന നീക്കമാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, മണ്ഡല പുനർനിർണയം, അങ്ങനെ മണ്ഡല പുനർനിർണയത്തിലൂടെ വനിതാ സംവരണം എന്നിങ്ങനെയുള്ള നിർണായകമായ നീക്കങ്ങൾക്ക് തന്നെയാണ് BJP ഇപ്പോഴും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ, അതായത് ഈ വിമത നീക്കങ്ങൾ എവിടെ എത്തി നിൽക്കും എന്നതിൽ വ്യക്തതയില്ലാത്തത്. എന്തായാലും NDA-യുടെ ഭാഗമാണ് ഏക്നാഥ് ഷിൻഡെ എന്നത് നമുക്കറിയാം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിച്ചേക്കാവുന്ന നീക്കങ്ങളാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി അഭിലാഷ്.